സംസാരിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. മാനവിക മൂല്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സംസാരിക്കണം ഭാര്യ ഭർത്താവ്. ചില ഭർത്താക്കന്മാർ ഒന്നും മിണ്ടൂല, നല്ലോണം മിണ്ടണം അവരോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാനായിട്ട് ഇശായിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലുള്ളാഹിനെ തിരക്കായോണ്ട് പിന്നെ സമയമില്ലല്ലോ. ചില ഭാര്യമാര് ഭർത്താവിനോട് ചോദിക്കേണ്ട ഗതികേടാണ്. എന്ത്, നിങ്ങൾ ശരിക്കും സത്യം പറയും. ഒരു കാര്യം ചോദിച്ചാൽ പറയാലോ, നിങ്ങൾ എന്നെയാണോ അന്ന് കല്യാണം കഴിച്ചതല്ല മൊബൈലിനാണോ? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്. ഭാര്യന്റെ മുമ്പിൽ ആ ഫോണെല്ലാടെ മാറ്റി വെച്ച് ഓരോട് കിണങ്ങണം ആ വർത്താനം. അതൊക്കെ കൂലിയുള്ള കാര്യമാണ്. വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല കൂലി. തിരിച്ചറിയണം, ഇസ്ലാം പഠിക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ ഒരു മുഖത്ത് ഹിജാബ് ഇടണം എന്നുള്ളത് ഒരു ഉസ്താദിന്റെ ഭാര്യക്കുള്ള ഇസ്ലാമിക സിദ്ധാന്തമല്ല, മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമമാണ്. ഫാത്തിമ ബീവി വഫാത്താവുന്നതിന്റെ തലേന്ന് വസിയത്ത് ചെയ്തത് തന്നെ, ഞാൻ നാളെ വഫാത്തായാൽ എന്നെ കബറടക്കേണ്ടത് രാത്രിയാണ് എന്നാണ്. എന്ത്, രാത്രി കബറടക്കിയാൽ എന്നെ പൊതിന്റെ കഫം കൂടെ ആർക്കും മനസ്സിലാവില്ലല്ലോ എന്ന്. എന്റെ ശരീരം കാണൂലെന്നല്ല, എന്നെ പൊതിന്റെ തുണി പോലും കാണരുത്. ഇന്നത്തെ താത്താമാര് കുട്ടികൾക്ക് പേരിടുന്നത് ഫാത്തിമ ഷെറിനും ഫാത്തിമ ഇബയും ടോപ്പും പിക്കിങ്ങും അല്ലാതെ വേറെന്താ നമ്മുടെ കുട്ടികൾക്കുള്ളത്? ഫാത്തിമമാരെ കേൾക്കണം. ഫാത്തിമ ബീവി വഫാത്തിന്റെ രാത്രി കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ ഓപ്പണായ കട്ടിലാണ്, ഒരു പലക പോലുള്ള സാധനത്തിലാ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയാൽ എന്നെ പൊതിന്ന കഫം കൂടെ അന്യപുരുഷന് കാണുമല്ലോ എന്ന് പേടിച്ചു. എന്നിട്ടാ കരഞ്ഞത്. അങ്ങനെയാണ് അബസീനിയ മോഡൽ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്ന്, മറയുള്ള മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് മഹദിയെ കബറടക്കിയത്. ജുമാ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുആദ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. മുആദ് റളിയല്ലാഹു അൻഹു അത്രയും ബന്ധമുള്ള സ്വഹാബിയല്ലേ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാ നബിയെ. പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു, കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു, എന്നെ വിട്ടില്ല. ജുമക്ക് വരാൻ എന്നെ വിട്ടില്ല, എന്നെ പിടിച്ചു വെച്ചു. ഇത് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. സൂറത്ത് ആലി ഇമ്രാനിലെ 26, 27 ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് തങ്ങളത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം കൊടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ വിളിക്കുന്നത് മാലിക്കുൽ മുൽക്ക് എന്ന ഇസ്മ കൊണ്ടാണ്. ആ ഇസ്മിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ചെറിയ ഇസ്മല്ല, അത് ഇസ്മുൽ ആലമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട ഇസ്മാണ് മാലിക്കുൽ മുൽക്ക്. അത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നത്. ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹു ദുആർക്കാൻ പറയുന്നു. ആയത്തുകൾ ഓതിയിട്ട് ദുആർക്കുക. اللهم اقض عنا الدين اللهم اغنني من الفقر. കടം നീ വീട്ടി തരണം, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം, നല്ല ഇസ്സത്ത് തരണം എന്റെ ജീവിതത്തിൽ, ദില്ലത്തിലാക്കരുത് എന്ന ദുആകളൊക്കെ അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദുആർന്ന് അത് അനുഭവിക്കേണ്ട ആളുകളാണ് നമ്മൾ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.